ഹലോ വെൽക്കം ബാക്ക് ടു വിജയ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പാർട്ട് 10 വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇതല്ലേ ജമ്മു നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലെടുത്താണ്. അപ്പോൾ ഇവിടെ ഫ്രഷ് കൈ കൂടിയൊക്കെ കെട്ടി നേരെ നമ്മൾ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവാണ്. ഡൽഹിയിൽ നിന്നും വന്ന് നമ്മളിപ്പോൾ പ്രധാനമന്ത്രി മാൻ കി ബാത്ത് നടത്തുന്നത് സ്ഥലമാണ്. അവിടെ നമ്മളൊരു 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ രാഷ്ട്രപതി ഭവനിൽ വന്നാണ് സീന് കാണിച്ചത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂല. അപ്പോൾ അതാ അവിടെ ഒരു സ്റ്റെമ്പ് ഉണ്ടോ, അതിൻ്റെ അവിടെ വരെ നമുക്ക് പോകാൻ പറ്റൂ. ഇത് അതാ നിങ്ങൾക്ക് എവിടെയൊക്കെ നോക്കിയാൽ പഴയ പാർലമെൻറ്റ് കാണാൻ പറ്റും. അതാണ് പുതിയ പാർലമെൻറ്റ്. ആൻഡ് ഇത് രാഷ്ട്രപതി ഭവൻ. ഇതാണ് ന്യൂ പാർലമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിലെ സീനുണ്ട്. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. കുറേ നമ്മൾ മലയാളീസിനെ ഉണ്ട്. ഇത് നേരെ നോക്കിയാൽ അതാ തലക്കല് വിജയ് ചൗക്ക്, അതായത് രാഷ്ട്രഭവൻ്റെ ഉള്ളിൽ ഗാന്ധിജിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സൈഡിൽ. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ളത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇവിടെ നല്ല ഓക്കെ അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ കുറേ നേരമായി. അപ്പോൾ ഞങ്ങൾ ചോരാത്ത കണ്ടപ്പോൾ തൊപ്പൊക്കെ എടുത്ത് തലയിലിട്ട് ഇറങ്ങിയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഞാനിങ്ങനെ നീട്ടുന്നത് നമ്മളിവിടെ വെള്ളമാകുമ്പോൾ എനിക്ക് ഇഷ്യൂ എന്നറിയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ വെള്ളമാകുമ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞ് ചാടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കയറിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ഉള്ള പറഞ്ഞു. ഇന്ദിരാഗാന്ധിൻ്റെ സാരിയും ബാഗും ചെരുപ്പുമാണ്.
16 രാജീവ് ഗാന്ധി 15ആയിരുന്നു. എന്നിട്ടല്ലോ ഫിലിം ഇട്ടല്ലേ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ രാജീവ് ഗാന്ധിൻ്റെ പ്രായം 12 അടങ്ങി. സാധനമാണ് രാജീവ് ഗാന്ധി. ഇതാണ് ഡൈനിങ് ഏരിയ. ഇതാണ് ഡ്രോയിങ് റൂം. നോക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് വെടിവെച്ചത്. അവിടെ ഒരു കറുപ്പ് ഗ്ലാസ് ഉണ്ടോ, അവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി വെടിവെച്ചത്. ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് നടക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി വീണ് മരിച്ചത്. അപ്പം നമ്മളിതാ ഇന്ദിരാഗാന്ധിൻ്റെ മെമ്മോറിയലൊക്കെ ഫുള്ള് കണ്ടു. അപ്പോൾ വെള്ളയും കൊണ്ട് ഒരു ചെപ്പിൽ വെള്ളമായി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാഡായത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിഷ്വൽസൊക്കെ നമുക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചു.